പാലക്കാട് കൂനത്തറ രത്നവിലാസിൽ ആതിര. കുട്ടിക്കാലത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ മുത്തുകൾ ഒട്ടിച്ചു വെച്ച് പരീക്ഷിച്ച ബോട്ടിൽ ആർട്ടുകളിൽ നിന്നാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണങ്ങളുടെ തുടക്കം. പിന്നീട് ചില്ലുകുപ്പികളിലും പരീക്ഷിച്ചു. വിവാഹശേഷം ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണയോടെ പഴയ കരകൗശല വിരുതുകളെ പൊടിതട്ടിയെടുത്തു. സമൂഹ മാധ്യമത്തിന്റെ സഹായത്തോടെ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി നോക്കി. സംഗതി ക്ലിക്കായപ്പോൾ നെറ്റിപ്പട്ടത്തിന് ആവശ്യക്കാരുമേറെ. ഇപ്പോൾ 1 അടി നീളം മുതൽ 5 അടിയും 6 അടിയും നീളമുള്ള വലിയ നെറ്റിപ്പട്ടങ്ങൾ വരെ ആതിര നിർമ്മിക്കാറുണ്ട്. ക്യാൻവാസും വെൽവെറ്റും പോളിമർ മുത്തുകളും പല വർണ്ണങ്ങളിലുള്ള നൂലുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം. കൊറോണ കാലത്ത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് സക്സസ് ആയി. വാണിയംകുളം പഞ്ചായത്തിലെ CDS ഓഫീസിൽ നിന്നും അവിടുത്തെ മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തൃശ്ശൂർ കില സെൻറ്ററിൽ പോയിട്ടാണ് നെറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചത്. ഒരു വരുമാന മാർഗമായി അവിടെ പോയി പഠിച്ചപ്പോൾ പിന്നെ വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തിയാണ് വിൽപ്പന. ദുബായ്, ഖത്തർ ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആതിരയുടെ നെറ്റിപ്പട്ടങ്ങളെ തേടി വിളികളെത്താറുണ്ട്. ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയ ആതിര നെറ്റിപ്പട്ടത്തിൽ മാത്രം തന്റെ കരകൗശല വിരുതുകളെ ഒതുക്കി നിർത്താതെ അലങ്കാര തിഴമ്പുകളും കീ ചെയിൻ നെറ്റിപ്പട്ടങ്ങളും എല്ലാം നിർമ്മിച്ചു. ഭർത്താവ് പ്രഭുവിന്റെയും മക്കളായ ഹരികൃഷ്ണന്റെയും ആദവ് കൃഷ്ണന്റെയും ഭർത്തൃമാതാവ് ശകുന്തളയുടെയും പൂർണ്ണ പിന്തുണയാണ് ആതിരയുടെ ഊർജം.